ഹായ് എവരിബഡി, ശ്രീലു മൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം. മൈഗ്രെയിൻ ഉണ്ട്, അതാ കണ്ണട വെച്ചത്. ഫോൺ നോക്കുമ്പം എന്തായാലും കണ്ണട വേണം. അപ്പം ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല, തപ്പിപ്പിടിച്ചെടുത്തതാണ് ഇപ്പോഴത്തേക്ക്. നല്ല വേദന, ടാബ്ലറ്റ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ശ്രീലു മൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം. പിന്നെ നീതി ഒരുപാട് ദൂരെയാണെങ്കിലും പൊരുതിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് മരിക്കുവാന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മുന്നേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാര്യങ്ങൾ അറിയിക്കണമല്ലോ. പിന്നെ എൻ്റെ ഒരു പ്രധാന വിഷയം ഒരാൾ എഴുതി, ഞാൻ പോരാട്ടത്തിലൂടെ FIR ഇടിച്ചു. അത് വേറൊരു വേർഷൻ. പിന്നീട് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പീഡനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിഷേധം എന്താണെന്ന് വെച്ചാൽ, സസ്പെൻഷൻ, പിന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച ട്രാൻസ്ഫർ, അതൊക്കെ ഒരു ഭാഗം കിടക്കുന്നു. FIR ഇട്ട പ്രതി വീണ്ടും കോളേജിൽ വരുന്നു, എന്നെ വീണ്ടും ദ്രോഹിക്കുന്നു. ഞാൻ മേലധികാരിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരിൻ്റെയും ലാബ് മേലധികാരിൻ്റെയും പേരിൽ പരാതി കൊടുത്തിട്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് എടുത്തില്ല. റെസീറ്റ് ഞാൻ വാങ്ങിച്ചു, പക്ഷേ അവർക്കെതിരെ ഇന്ന് വരെ ഒരു നടപടി എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിൻ്റെ ജാമ്യം ഇവർ ക്യാൻസൽ ചെയ്യണം. കാരണം വീണ്ടും എന്നെ ഇവിടെ ദ്രോഹിക്കാൻ വന്നു. ഇവർ വരുത്തി. അപ്പം ഈ വരുത്തി 3 ആളാരി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടും ആരും എടുത്തില്ല. അപ്പം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ 2 പോലീസുകാർ ഇന്നലെ അവിടെ പോയിന്നോ, രജിസ്റ്ററിൻ്റെ കോപ്പി എടുത്തുന്നോ എന്തൊക്കെയോ കേൾക്കുന്നു. ദിവസം വൈകുന്നത്ര തളിപ്പറമ്പ് CI മറുപടി പറയണം. എനിക്ക് നിയമം മൂലല്ലേ പറ്റൂ. എനിക്ക് അടിക്കാനും തല്ലാനും കൊല്ലാനും ലോബിയൊന്നുമില്ല. എനിക്ക് CI തന്നെ മറുപടി പറയണം. എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മറുപടി തരണം. അല്ലേ? നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എനിക്ക് അവർ തന്നെ മറുപടി തരണം. തളിപ്പറമ്പ് CI മറുപടി പറയണം എന്നോട്. എന്തുകൊണ്ട് പ്രതിനെ വീണ്ടും കോളേജിൽ വരുത്തി? FIR ഇട്ട പ്രതി തളിപ്പറമ്പ് സ്റ്റേഷൻ്റെ മൂക്കിൻ്റെ താഴെയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെ വീണ്ടും വന്നു എന്നെ ദ്രോഹിക്കാൻ? എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രതി, സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതി വീണ്ടും എങ്ങനെ എൻ്റെ അടുത്ത് വന്നു? ആരൊത്താശയോടുകൂടി വന്നു? ആര് പറഞ്ഞു CIൻ്റെ അടുത്ത് ഇവനെ സംരക്ഷിക്കാൻ? എന്നെപ്പോലെയുള്ളവർക്കുള്ള സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ. ഏറ്റവും മേലിരിക്കുന്നവർക്ക് സ്റ്റേഷൻ്റെ ആവശ്യമില്ല, പോലീസിൻ്റെ ആവശ്യമില്ല. പാർട്ടിയും കോടതിയും സ്റ്റേഷനും ഒക്കെ അവരുടെ ടേബിളാണ്. എനിക്ക് നീതിക്ക് കോടതിയും പോലീസ് സ്റ്റേഷനേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും പരാതി കൊണ്ട് കൊടുത്തു. പ്രതി എന്നെ വീണ്ടും ദ്രോഹിക്കുന്ന FIR ഇട്ട പ്രതി, പരസ്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് സെക്ഷൽ ഹാരാസ്മെൻറ്റ് നടത്തിയ പ്രതി. കോടതി പറയുന്ന നോക്കിക്കൂടാ, ശരീരം വർണ്ണിച്ചൂടാ, ഉപദ്രവിച്ചൂടാ. ഇതും തൊഴിൽ സ്ഥലത്ത്, തൊഴിലിടത്ത് ഇത്രയും വലിയ സെക്ഷൽ ഹാരാസ്മെൻറ്റ് നടത്തിയിട്ട് കോളേജ് മേലധികാരി പ്രൊട്ടക്റ്റ് ചെയ്തു, ലാബ് മേലധികാരി പ്രൊട്ടക്റ്റ് ചെയ്തു, ഷീ എന്ന് പറഞ്ഞ HOD പിന്നെ മേധാവി പ്രൊട്ടക്റ്റ് ചെയ്തു, ഇന്റേണൽ കമ്മിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തു, കണ്ണൂർ ലോബി പ്രൊട്ടക്റ്റ് ചെയ്തു, CPM സർവീസ് സംഘടനയായ NGO യൂണിയനും KGOയും പ്രൊട്ടക്റ്റ് ചെയ്തു. പ്രതി വീണ്ടും വന്ന് ഉപദ്രവിക്കുന്നു. വീണ്ടും പരാതി കൊടുത്തിട്ട് CI നടപടി എടുത്തില്ല. റെസീറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ റെസീറ്റ് ഉണ്ട്. ഇന്ന് വരെ എന്ത് നടപടി എടുത്തു എന്നുള്ളതിന് തളിപ്പറമ്പ് CI തന്നെ മറുപടി തരണം. ഞാൻ ഓരോ വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് മറുപടി ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കൂല. ഞാനൊരു സ്റ്റേഷനും കയറി ഇറങ്ങൂല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓരോ ദിവസം വൈകിയതിൻ്റെ കാരണം തളിപ്പറമ്പ് CI പറയണം. ഈ മേലധികാരികൾക്കെതിരെ എന്ത് നടപടി എടുത്തു? പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ടോ? പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ തെമ്മാടിത്തരത്തിന് ആരാണ് കോളേജിൽ കൂട്ടുനിൽക്കുന്നത്? ഏത് സംഘടനയാണ് കൂട്ടുനിൽക്കുന്നത്? ഇയാൾ ഒപ്പിട്ട രേഖയുണ്ട്, അവിടെ രജിസ്റ്റർ ഉണ്ട്. FIR ഇട്ട ഡേറ്റിന് ശേഷം ഈ പ്രതി ഞാൻ ഒപ്പിട്ടതിൻ്റെ തൊട്ട് താഴെ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മേലധികാരിയായ രാജേഷ് KNൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ താൽക്കാലിക പ്രിൻസിപ്പളോട്, സാറേ ഇത്രയും ദ്രോഹം ചെയ്ത ആൾ എന്തിനാ വരുത്തുന്നത്? എനിക്ക് അയാളെ കൂടെ ജോലി ചെയ്യാൻ പറ്റൂല, വിഷമുണ്ട്, പ്രയാസമുണ്ട്. അപ്പം അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? രായൻ, അതായത് നിങ്ങളും അവരും ഇവിടെ ഒരുപോലെയാണ്. അവിടുത്തെ CCTV പരിശോധിക്കണം തളിപ്പറമ്പ് CI. പ്രിൻസിപ്പാളെ ക്യാബിനുള്ളിലെ CCTV പരിശോധിക്കണം തളിപ്പറമ്പ് CI. സൗണ്ട് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ മേലധികാരികൾ തീരുമാനിക്കണം. എനിക്കറിയേണ്ട ആവശ്യമില്ല. CCTVയിൽ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ
അയാളെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല. അയാൾ എന്നെ വീണ്ടും തുപ്പും വൃത്തികേട് പറയും ചെയ്യുന്നു. എനിക്ക് അയാളെ കൂടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റൂല. അയാൾ എന്നെ പിന്നെയും ഹരാസ്മെന്റ് ചെയ്യുന്നു. മെന്റലി എന്നെ ഫിസിക്കലി സെക്ഷലി ചെയ്ത ആളാണ്. ദയവ് ചെയ്തിട്ട് അയാളെ ഒന്നി സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ രേഖ എഞ്ചിനീയറിംഗ് കോളേജിലെ രജിസ്റ്ററാണ് ഏറ്റവും വലിയ രേഖ. ഈ പ്രതി തൊഴിൽ സ്ഥലത്ത് FIR ഇട്ട പ്രതി സെക്ഷൽ ഹരാസ്മെന്റിലെ പ്രതി വന്നു എന്നും എന്നെ വീണ്ടും ദ്രോഹിച്ചതിനെയും രജിസ്റ്ററാണ് ഏറ്റവും വലിയ തെളിവ്. ഇതിൻ്റെ ഉത്തരം എന്നോട് തളിപ്പറമ്പ് CI പറയണം. എന്ത് ചെയ്തു പ്രതിക്കെതിരെ? എന്താണ് നിങ്ങൾ FIR ഇട്ട പ്രതി വീണ്ടും വന്ന് ദ്രോഹിച്ചതിന് നിങ്ങൾ ചെയ്തത് എന്താണ്? പിന്നെ ഞാൻ പരാതിയിൽ തന്ന 3 പേർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇവരെല്ലാം ചെയ്തത്. തൊഴിൽ സ്ഥലത്ത് FIR ഇട്ട പ്രതിനെ വീണ്ടും കയറ്റി ഒപ്പിട്ട് സംരക്ഷിച്ച് എന്നെ പിന്നെയും ഒഫീഷ്യലി മെന്റലി ഫിസിക്കലി സെക്ഷലി ക്രൂശിക്കുന്നു, ഒപ്പുശേഖരണം നടത്തുന്നു, അപവാദ പ്രചരണം, ഒറ്റപ്പാട് വൃത്തികേട് കോളേജിൽ എനിക്കെതിരെ. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ഈ 3 ആളും തളിപ്പറമ്പ് CIയുമാണ്. ഞാൻ തളിപ്പറമ്പ് CIൻ്റെ അടുത്ത് പിന്നെയും പോയി കൊടുത്തു. സാറേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇവരെനിക്ക് റെസീറ്റ് തരാൻ കുറച്ച് മടിച്ചു. ഞാൻ പറഞ്ഞു തളിപ്പറമ്പ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇരുന്നോളാം, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പം എനിക്ക് റെസീറ്റ് തന്നു. റെസീറ്റ് വാങ്ങാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിറ്റേനെ. ഞാൻ റെസീറ്റ് വാങ്ങിയിട്ട് തന്നെ വന്നു. തളിപ്പറമ്പ് CI പറയണം എന്തുകൊണ്ട് ഇത്രയും ദിവസം നടപടി എടുത്തില്ല. ഞാൻ ആ പരാതിയിൽപ്പെട്ട 3 ആൾ എവിടെ? അവരെന്ത് ചെയ്യുന്നു? അവരെന്തിനെന്നെ ദ്രോഹിച്ചു? വീണ്ടും ദ്രോഹിക്കാൻ പ്രതിനെ എന്തിന് കോളേജിലേക്ക് കയറ്റി? എന്തിന് രജിസ്റ്ററിൽ ഒപ്പിടിച്ചു? അതിനൊക്കെ ഉത്തരം CI പറയണം. എനിക്ക് നീതി തരേണ്ടത് തളിപ്പറമ്പ് സ്റ്റേഷനാണ്. എൻ്റെ ഈ ഇത്രയും ഇൻസിഡൻറ്റ് നടന്നത് തളിപ്പറമ്പ് CIൻ്റെ അണ്ടറിൽ, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിൽ. അവർ തരേണ്ട മറുപടിയാണ് ഇതെല്ലാം. ഞാൻ ഒരാളെടുത്തും പോയി സാറേ എന്തായി എന്ന് ഒരു പരാതിക്കാരിയും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. എന്ത് നടപടിയെടുത്തു? ഞാൻ പരാതി അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? FIR ഇട്ട പ്രതിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? അയാൾ ജാമ്യം എടുത്തിട്ടുണ്ടോ? അയാൾ ആദ്യം ജാമ്യം എടുത്തിട്ടുണ്ടോ പ്രതി? അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ വീണ്ടും ദ്രോഹിച്ചേന്? ഇതൊക്കെ ഒരു ജോലി സ്ഥലത്താണ്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ സംഭവം മുഴുവൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിൽ മുഖ്യമന്ത്രിൻ്റെ നാട്ടിൽ ഇത്രയും ഒരുപാട് അപകടങ്ങൾ നടന്ന് ക്രൂരത നടക്കുന്ന ഈ സ്ഥലത്ത് ഇവരെന്ത് ധൈര്യത്തിലാണ് എന്നെ ഇങ്ങനെ അനാഥാക്കി വിട്ടിരിക്കുന്നത് ഈ നിയമപാലകർ? ഇവരാരും മറുപടി പറയണം. ഇവരാര് എന്ത് ചെയ്തു, എന്ത് നീതി കാണിച്ചു എന്നോട് മറുപടി പറയണം. എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ശവത്തിൻ്റെ മേലെ വിലപേശിയിട്ടും ഊച്ചാളി ചാനലുകാർ വന്ന് 2 ദിവസം വാർത്ത കൊടുക്കുകയല്ല വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ നീതി കിട്ടണം. അതാ ഞാൻ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യൂലെന്ന്. കൊന്ന ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ഭീരുവല്ല. തളിപ്പറമ്പ് CI പറയണം മറുപടി. തളിപ്പറമ്പ് CI പറയണം എനിക്ക് എൻ്റെ പരാതിൻ്റെ മേലെ എന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ പ്രതി വീണ്ടും കോളേജിൽ വരികയും എന്നെ ദ്രോഹിക്കൂ. അതിന് കൂട്ടുനിന്ന 3 മേലധികാരികളുണ്ട്. ലാബിൽ HOD, പ്രിൻസിപ്പാളെ പേരിൽ അവിടെ ഇരിക്കുന്ന ഒരുത്തനും ഉണ്ട്. ഇവർക്കെതിരെ CI എന്ത് നടപടിയെടുത്തു? തളിപ്പറമ്പ് CI, ബഹുമാനപ്പെട്ട CI എന്ത് നടപടിയെടുത്തു? കൃത്യമായ റെസീറ്റും ഡേറ്റും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഗവൺമെൻറ് സ്ഥാപനത്തിലെ രജിസ്റ്ററിലുണ്ട് പ്രതി ഒപ്പിട്ടത്. അതിനി മായ്ച്ചാൽ മായൂല. നിങ്ങൾ പറയണ ഉത്തരം. തളിപ്പറമ്പ് CI പറയണം പ്രതിക്കെതിരെ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു? ഈ 3 പ്രതികളും ഡബിൾ പ്രതി എവിടെ കിടക്കുമല്ലേ? അല്ലേ? CCTV എവിഡൻസ് തളിപ്പറമ്പ് CI എടുത്തു പോയിട്ടുണ്ടല്ലോ. അവനാണ് എന്നില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പം ക്ലാരിറ്റി കുറയും, അതിന് നല്ല ക്ലാരിറ്റി വരുന്ന ദിവസമുണ്ട്.
164 കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടാവും സാറേ. ബഹുമാനപ്പെട്ട CI സാറേ, ഇതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇത് കേരള ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ ഇഷ്യൂ കേരള ഏറ്റെടുത്തു. കണ്ണൂർ ഒതുങ്ങൂല. ഞാൻ മറ്റൊരു ADM മറ്റൊരു ഹെൽത്ത് ജീവനക്കാരും ആവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി CIയും മേലധികാരിയുമാണ്. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, എൻ്റെ ജീവന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പ് CI ആണ് അതിൻ്റെ ഉത്തരവാദി. എഞ്ചിനീയറിംഗ് കോളേജ് മേലധികാരി രാജേഷ് K എന്ന് പറയുന്ന താൽക്കാലിക പ്രിൻസിപ്പാളാണ് നിനക്കുണ്ടാവുന്ന എല്ലാ അപകടത്തിൻ്റെ ഉത്തരവാദി. എൻ്റെ ഒരു നഖത്തിനേൽക്കുന്ന പോറൽ, എൻ്റെ ഒരു തലമുടിക്ക് ഉണ്ടാവുന്ന പോറലിന് ഉത്തരവാദി തളിപ്പറമ്പ് CI ആണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പാളാണ് എൻ്റെ എല്ലാ അപകടത്തിനും ഉത്തരവാദി. എനിക്കുണ്ടാവുന്ന ഓരോ ദിവസത്തെയും പ്രശ്നത്തിന് ഉത്തരവാദി ഇവർ രണ്ടുപേരും തന്നെ. പിറകെ 2, 3 ഒക്കെ ആയിട്ട് രാജേഷ് KK, വന്ദന ശ്രീധരനൊക്കെ ഉണ്ട്. എന്ത് നടപടി എടുത്തു CI? ഈ പ്രതി രണ്ടാമത് വന്ന് ദ്രോഹിച്ചതിന് ഞാൻ പരാതി തന്നിട്ട് CI എന്ത് നടപടി എടുത്തു? എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുണ്ടായുസത്തിന് എന്തിനാ CI കൂട്ടു നിൽക്കുന്നത്? CIക്ക് എന്താണ് റോള്? നിങ്ങൾ ഇങ്ങനെ ആയാലും സാധാരണ ലേഡീസ് എങ്ങനെ ജീവിക്കും സാറ്? നിങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിരപരാധികളായ സ്ത്രീകൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും കേരളത്തിൽ? നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? ഇതാണോ ലേഡീസിൻ്റെ അടുത്ത് നിങ്ങൾ കാണിക്കേണ്ട മര്യാദ? ആണോ CI സാറേ? ഞാൻ എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ പരാതി തന്നിട്ട്? നിങ്ങൾ എന്ത് നടപടി എടുത്തു? മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ കോടതി കൊടുക്കും. ഞാൻ CIക്കെതിരെ നടപടിക്ക് ഞാൻ കോടതിയിൽ പോവും. ഞാൻ ഹൈക്കോടതി പോവും. ഈ മേലധികാരിക്കും ടീമിനും സർക്കാർ വക്കീലും പാർട്ടി വക്കീലും ഉണ്ട്. എനിക്കില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് നീതി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നിനും വിലപേശം വരുന്നില്ല. ഓൺലി നീതി. എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് ക്ലിയറായ നീതി വേണം. പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും തളിപ്പറമ്പ് CIയും രാജേഷ് Kനും ഉത്തരവാദി. ഒന്നാം പ്രതികൾ നിങ്ങൾ രണ്ടാളും തന്നെ. സമൂഹം നിങ്ങളെ വെറുതെ വിടൂല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. പ്രയാസമാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ നിയമപാലകർ ഇങ്ങനെ അരക്ഷിതത്വം, അലക്ഷ്യമായ നടപടികൾ, അരാജകത്വം, നിങ്ങളിത് ചെയ്യുമ്പോൾ നമുക്കിവിടെ നീതിയില്ല. എനിക്കല്ല, ഒരു ലേഡീസിനും നീതിയില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ടേ അല്ല വർത്താനം പറയുന്നത്. എൻ്റെ ഏകദേശം അടുത്തിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഏകദേശം ആയതാണ്. എക്സ്പയറി ഡേറ്റ് ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഡേറ്റ് അടുത്തടുത്ത് വരുന്നു. പക്ഷെ ഞാൻ കാരണം മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഇതാണോ CI ചെയ്യേണ്ടത്? ഇതാണോ തളിപ്പറമ്പ് CI ചെയ്യേണ്ടത്? ഞാൻ ഈ വീഡിയോ പൊതുജനങ്ങൾക്കായിട്ട് വെച്ചു കൊടുക്കുന്നു. ഇതാണോ പരാതിക്കാരിക്ക് നിങ്ങൾ തന്ന നീതി? FIR ഇട്ട പ്രതിനെ പിന്നെയും കോളേജിൽ വിലസം വിട്ടതാണോ തളിപ്പറമ്പ് പോലീസിന്റെ, തളിപ്പറമ്പ് CIന്റെ നീതി? ഇതാണോ മേലധികാരിന്റെ നീതി? നിങ്ങൾക്ക് എവിഡൻസ് അവിടെ ഉണ്ടല്ലോ കോളേജിൽ. നിങ്ങൾ എന്ത് ചെയ്തു ഇത്രയും ദിവസമായിട്ട്? വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ മറുപടി പറയേണ്ടി വരും കോടതിന്റെ മുന്നിൽ. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോവും, ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ മുന്നിൽ ഞാൻ പോവും. ഞാൻ പിരിവെടുത്തിട്ടായാലും പോവും. ഞാൻ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടായാലും പോവും. പിന്നെ എൻ്റെ നേരെ വീഴുന്ന ഓരോ മൺതരിക്കും തളിപ്പറമ്പ് CIയും രാജേഷ് KN എന്ന താൽക്കാലിക പ്രിൻസിപ്പാളും തന്നെ ഉത്തരവാദി. വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ട് FIR ഇട്ട പ്രതി കോളേജിൽ വന്നിട്ട് എന്നെ വീണ്ടും ഉപദ്രവിച്ചിട്ട് നിങ്ങൾ അവൻ്റെ ജാമ്യം റദ്ദാക്കിയില്ല? അവനെ പ്രൊട്ടക്ട് ചെയ്ത 3 ആൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? രാജേഷ് KK, വന്ദന ശ്രീധരൻ, രാജേഷ് KN, ഈ 3 ആൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അതിനുശേഷം അവർ ഒപ്പ് ശേഖരിച്ചു. അതിനുശേഷം ഒരു ലേഡീനെ പറ്റി പറയാൻ പറ്റുന്ന അത്രയും വൃത്തികേട് പറഞ്ഞു പരത്തുന്നു. പിന്നെയും ക്രൂശിക്കുന്നു, ട്രാൻസ്ഫർ അടിക്കുന്നു, സസ്പെൻഷൻ അടിക്കുന്നു. ഇതുവരെ CI നോക്കി നിന്നു. CIന്റെ ഉത്തരം കോടതി പറഞ്ഞാൽ മതി. തളിപ്പറമ്പ് CI ഇതിൻ്റെ ഉത്തരം ഹൈക്കോടതി പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട കോടതിയിൽ തളിപ്പറമ്പ് CI മറുപടി പറയണം. തളിപ്പറമ്പ് CI തന്നെ മറുപടി പറയണം. എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കൊന്നുമില്ല ഞാൻ എന്തായി എന്ന്. അതെൻ്റെ പണിയല്ല. പരാതിക്കാരിക്ക് കൃത്യമായ പരാതി ഉണ്ട്. പരാതി എവിടെ തന്നു, റെസീറ്റ് വാങ്ങി. ബാക്കിയുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ തന്നെ മറുപടി പറയണം.
എന്ത് ചെയ്തു ഇത്രയും ദിവസം? എനക്കറിയണം. അതറിയാണ്ട് മുന്നോട്ട് പോകില്ല.